ഏതൊരു ഈമാനുള്ള മനുഷ്യന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒന്ന് ഹജ്ജ് ചെയ്യുക എന്നത്. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പായി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാനുള്ള ഭാഗ്യം സാധുക്കളായ നമുക്ക് നൽകണേ അല്ലാഹ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്ത് ആദ്യമാണ് അല്ലാഹു നിർമ്മിച്ച ആരാധനാ മന്ദിരം. അതാണല്ലോ കഅബ. ആ കഅബയെ ഒന്ന് കാണണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഈ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയതിന്റെ ബറക്കത്ത് കൊണ്ട് കഅബയെ പല പ്രാവശ്യം ഒന്ന് കാണാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. കഅബയെ കാണുമ്പോൾ എന്തൊരു ഗാംഭീര്യതയാണ്. അങ്ങനുണ്ട്. ആദ്യമായിട്ട് കഅബയെ കാണാൻ ചെന്നാൽ ഒന്നാമതായി കഅബയെ കാണുമ്പോൾ നമ്മുടെ ശരീരം ഒന്നിങ്ങനെ വിറക്കും. എന്താ കാരണം? ജീവിതകാലം മുഴുവൻ ഈമാനുള്ളവന്റെ ശരീരമാണോ? കാരണം നമ്മുടെ നാടുകളിൽ കാണുന്ന ഏതെങ്കിലും ഒരു ബിൽഡിംഗ് പോലെയല്ല. ചിലപ്പോ കോടികൾ വിലപിടിപ്പുള്ള കെട്ടിടങ്ങൾ നമ്മൾ കണ്ടിരിക്കും. വലിയ വലിയ ഷോപ്പിംഗ് മോളുകളും മറ്റു മോളുകളൊക്കെ നമ്മൾ കണ്ടിരിക്കും. എന്നാൽ വളരെയധികം നമ്മെ അട്രാക്ഷൻ ചെയ്യിപ്പിക്കുന്ന, ആകർഷിപ്പിക്കുന്ന ഒരുപാട് അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ നമ്മൾ കണ്ടിരിക്കും. എന്നാൽ അതൊന്നും അല്ലല്ലോ കഅബ. കഅബ എന്ന് പറഞ്ഞാൽ ഈ നെറ്റിത്തടം വെച്ച് റബ്ബിലേക്ക് സുജൂദ് ചെയ്തത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈമാനുള്ള ശരീരമാണോ, ആ ശരീരം ആദ്യമായി ജീവിതത്തിൽ കഅബയെ കാണുമ്പോ ഒന്ന് ആ ശരീരം അങ്ങ് ഞെട്ടിപ്പോകൂ, ശരീരമൊന്ന് കുലുങ്ങിപ്പോകൂ. അതുകൊണ്ടല്ലേ ആദ്യമായി കഅബയെ കാണുമ്പോൾ അവിടുന്നൊരു ദുആ സുന്നത്താണെന്ന് പഠിപ്പിച്ചു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ചില മനുഷ്യന്മാരുണ്ട്, കഅബയെ കണ്ടാൽ ആദ്യം ചെയ്യുന്നൊരു അമലുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അമൽ ഒറ്റ കിതാബിലും ഇല്ല. എന്താണെന്നറിയോ? നേരെ പോയി സെൽഫി ഫോട്ടോ എടുക്കലാണ്. ഒറ്റ കിതാബിലും കഅബയെ കണ്ടിട്ട് ഒരു സെൽഫി ഫോട്ടോ എടുത്താൽ വലിയ കൂലി കിട്ടുമെന്ന് ഒറ്റ കിതാബിലുമില്ല. ലോകത്ത് ഒരാൾക്കും പറയാൻ കഴിയില്ല. അതേ സമയത്ത് കഅബയെ കണ്ടാൽ ഒന്നാമതായി പറയേണ്ടുന്നൊരു ദുആ, ഒന്നാമതായി കഅബയെ കണ്ടാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് കഅബയെ ആദ്യം കണ്ടപ്പോൾ അവിടുന്ന് നടത്തിയ ഒരു ദുആയുണ്ട്. ഏതാണ് ദുആ? അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തഅലീമൻ വ മഹാബാ. ഒരു ചെറിയ ദുആയാണത്, പക്ഷേ വലിയ അർത്ഥമുള്ള ദുആയാണ്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തഅലീമൻ വ മഹാബാ. എന്താണ് ആ ദുആയുടെ അർത്ഥം? ഓ സഹോദരിമാരെ, ഓ വാല കേൾക്കുന്ന ഉമ്മമാരെ, ഈ കഅബയെ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോ ഹബീബായ തങ്ങൾ ചെയ്ത ദുആയാണല്ലോ. ആ ദുആയുടെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ പടച്ച റബ്ബേ, സിദ് ഹാദൽ ബൈത, ഈ ഭവനമായ കഅബ, ഈ കഅബക്ക് നീ വർദ്ധിപ്പിക്കണേ അല്ലാ. തശ്രീഫൻ, ബഹുമാനത്തെ വർദ്ധിപ്പിക്കണേ അല്ലാ. വ തഅലീമ, ആദരവിനെ വർദ്ധിപ്പിക്കണേ അല്ലാ. വ മഹാബാ, ലോകത്ത് ഒരൊറ്റ കെട്ടിടത്തിലും കാണാത്ത അത്രയും വലിയ ഒരു പ്രത്യേകത കഅബയിലുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്നറിയോ? കഅബ ഒരു ഗാംഭീര്യതയാണ്. കഅബ രണ്ട് തരത്തിലാ കാണാം. മദീനയിലെ പച്ചക്കുബ്ബ കാണുന്ന കോലം വേറെയാണ്, കഅബയെ കാണുന്ന കോലം വേറെ. പച്ചക്കുബ്ബയെ കാണുമ്പോൾ എന്താ തോന്നുക മനസ്സിൽ? എന്താ തോന്നുക? ഒരു പേടി തോന്നുന്നു. പച്ചക്കുബ്ബയെ കാണുമ്പോൾ പേടി തോന്നൂല. ഇതെന്താ? സ്നേഹം തോന്നാൻ, ഇഷ്ക് തോന്നാൻ, മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രണയം തോന്നാൻ. അതേസമയത്ത് കഅബയെ കാണുമ്പോഴോ പേടിയാണ്. അതാ നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്നും ഞെട്ടിപ്പോവും കഅബയെ കണ്ടാൽ. എന്താ കാരണം? മഹാബത്തൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയാണ്, ഈ കഅബക്ക് നീ ഗാംഭീര്യത വർദ്ധിപ്പിക്കണേ അല്ലാഹ്. കഅബയെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, വ മഹാബ, ഈ കഅബക്ക് ഗാംഭീര്യത വർദ്ധിപ്പിക്കണേ അല്ലാഹ്.
എന്നിട്ടോ കഅബ അതാ മസ്ജിദുൽ ഹറാമിൽ ആദ്യം ചെയ്യാനുള്ള ഇബാദത്ത് ഏതാണ്? പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, ലോകത്ത് ഏത് പള്ളിയിൽ കയറിയാലും, അത് മദീനത്തെ പള്ളിയായാലും ശരി, അതാ ഫിലസ്തീനിലെ ജെറൂസലേമിലുള്ള ബൈത്തുൽ മുഖദ്ദസിലെ പള്ളിയായാലും ശരി, ലോകത്ത് ഏത് പള്ളിയിൽ, മഞ്ചേശ്വരത്തെ പള്ളിയായാലും, എൻ്റെ ചിക്കമകളൂർ ജില്ലയിലെ കളസയുടെ പള്ളിയായാലും, ലോകത്ത് ഏത് നാട്ടിലെ ഏത് പള്ളിയിൽ ചെന്നാലും ആദ്യമായി ആ പള്ളിയിൽ ചെയ്യേണ്ടുന്ന ഇബാദത്ത് എന്താണ്? റകഅത്താ അത്തഹിയ്യത്തി, ഒരു തഹിയ്യത്തിന്റെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരമാണ്. ആ പള്ളിക്കുള്ള കാണിക്കയാണത് തഹിയ്യത്തിന്റെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം. എന്നാലോ മദീനത്തെ പള്ളിയാണെങ്കിലും അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുന്നത് പിന്നെയാണ്. തഹിയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയാണ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയേണ്ടത്. അതാണ് മദീനത്തെ പള്ളിയുടെ ആദാബിന്റെ നിയമങ്ങള്. എന്നാൽ മക്കത്തെ പള്ളി അങ്ങനെയല്ല. മക്കത്തെ പള്ളിയിൽ ചെന്നാൽ അവിടെ ഒന്നാമത്തെ ഇബാദത്ത് ത്വവാഫുൽ കഅബ, കഅബയാകുന്ന ആദ്യത്തെ മന്ദിരം, അത് തവാഫ് ചെയ്യലാണ്. അതാണ് അവിടത്തേക്കുള്ള കാണിക്ക, അല്ലാതെ തഹിയ്യത്ത് നിസ്കാരമല്ല. അതുകൊണ്ടല്ലേ കഅബയെ കണ്ടപ്പോൾ ഈ ദുആ അങ്ങ് നടത്തിയതിനു ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ചെയ്യുന്നത് കഅബയെ തവാഫ് ചെയ്യുന്നു. ആ കഅബയെ തവാഫ് ചെയ്തതിനു ശേഷം അവിടെ ഒരു സ്ഥലമുണ്ട്, മഖാമു ഇബ്രാഹിം. മഖാമു ഇബ്രാഹിം എന്നൊരു സ്ഥലമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് അവിടെ നിന്നുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തുള്ള മുഴുവൻ ഈമാനുള്ള ജനങ്ങളെ, അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ക്ഷണിച്ച രംഗം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി ആരെല്ലാം കേട്ടുവോ, ആരെല്ലാം അതിന് ഉത്തരം നൽകിയോ, അവരെല്ലാം ഹജ്ജ് ചെയ്തിരിക്കും. ഹജ്ജ് ചെയ്യാതെ മരിക്കില്ല. ജീവിതത്തിൽ ഒരു വട്ടമാണ് മറുപടി നൽകിയതെങ്കിൽ അവൻ 1 തവണ ഹജ്ജ് ചെയ്തിരിക്കും. 2 തവണയാണ് മറുപടി നൽകിയതെങ്കിൽ 2 തവണ ഹജ്ജ് ചെയ്തിരിക്കും. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന ആ കാലിന്റെ അടയാളം ഇന്നും അവിടെ കാണും. അവിടെ പോയാൽ കാണും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലിന്റെ അതാണ് മഖാമു ഇബ്രാഹിം. എത്ര കാലങ്ങളായി അത് മായാതെ ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുകയാണ്. ആ കാലിന്റെ അടയാളം സ്ഥിതി ചെയ്യുന്ന ആ ഭാഗം മഖാമു ഇബ്രാഹിം. ആ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് ഒരു 2 റകഅത്ത് നിസ്കാരമുണ്ട്. തവാഫ് കഴിഞ്ഞാൽ ഉംറക്ക് പോയവർക്കറിയാം, പോയ ഉടനെ തവാഫ് കഴിഞ്ഞാൽ ഒരു 2 റകഅത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന ആ സ്ഥലം മഖാമു ഇബ്രാഹിം, അതിന്റെ പിന്നിൽ നിന്ന് നിങ്ങൾ നിസ്കരിക്കണേ. ഒരു 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം. ഫാത്തിഹ കഴിഞ്ഞാൽ 1-ാമത്തെ റകഅത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്ത്, 2-ാമത്തെ റകഅത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്. ഈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? അതാ നേരെ ചെല്ലുകയാണ്, ഹജറുൽ അസ്വദിന്റെ അരികിൽ ചെല്ലുന്നു. എന്നിട്ട് ആ ഹജറുൽ അസ്വദിനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തം വെക്കുന്നു. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഹജറുൽ അസ്വദിനെ ഒന്ന് തൊട്ട് മുത്താനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അവിടെ പോയാൽ ചില സ്ത്രീകളുണ്ട്, കുറെ ഹജ്ജ് സംഘത്തിലും ഉംറ സംഘത്തിലൊക്കെ പോകുന്ന ചില സ്ത്രീകൾ നാട്ടില് നല്ല അച്ചടക്കത്തിലുണ്ടാവും. ഒരു ആണിന്റെ മുന്നിലും അവർക്ക് പോകാൻ ഭയങ്കര മടിയാ. ഹജറുൽ അസ്വദിനെ കാണുമ്പോ അവിടെ എത്ര അന്യപുരുഷന്മാരുണ്ടായാലും പ്രശ്നമില്ല, മേത്തൊക്കെ തട്ടിയാലും പ്രശ്നമില്ല, എന്നിട്ട് പോയിട്ട് അവിടെ ഇങ്ങനെ ചുംബിക്കാൻ നോക്കും. അങ്ങനെ ചുംബിക്കാൻ നിങ്ങളോട് ഇസ്ലാം പറഞ്ഞിട്ടില്ല ഉമ്മമാരെ. ചുംബിക്കാൻ വളരെ സുലഭമായ വഴി കിട്ടിയാൽ
ചുംബിക്കാമെന്നല്ലാതെ തിക്കും തിരക്കും കൂട്ടിയിട്ട് അങ്ങോട്ട് തെരിച്ചു വീണ് ഇങ്ങോട്ട് തെരിച്ചു വീണ് ആ രൂപത്തിലൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അവിടെ പോയി ഹജറുൽ അസ്വദ് ചുംബിക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ ഇസ്ലാം പഠിപ്പിച്ചത് നേരെ തൊട്ടുമുത്താൻ കഴിഞ്ഞിട്ടില്ലേ ദൂരെ നിന്ന് കൈകൊണ്ടൊന്ന് ആംഗ്യം കാണിക്കുക. ആംഗ്യം കാണിക്കുക അൽ ഇഷാറത്തു ബിൽ യദി, അങ്ങനെയാണ് അറബിയിൽ പറയുക. നേരെ തൊട്ടുമുത്താൻ കഴിഞ്ഞിട്ടില്ലേ എന്നാൽ അൽ ഇഷാറത്തു ബിൽ യദി, കൈകൊണ്ട് ആംഗ്യം കാണിക്കുക. അതും അതാ ഹജറുൽ അസ്വദിനോട് കാണിക്കുന്ന വലിയ ബഹുമാനമാണ് കേട്ടോ. ഈ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പോയി ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്തുകയാണ്. എന്നിട്ടോ തങ്ങൾ പിന്നീട് പോകുന്നത് എങ്ങോട്ടാണ്? സഫാ പർവ്വതത്തിന്മേലാണ്. അവിടെയല്ലേ തൊട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് പർവ്വതങ്ങളെ കാണാം. ഒന്ന് സഫാ പർവ്വതമാണ്, രണ്ട് മർവാ പർവ്വതമാണ്. ഈ അബ്റാറിന്റെ ക്യാമ്പസിലിരുന്ന് എന്റെ വാല കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരെ, സഹോദരിമാരെ, ഈമാനുള്ള ഉമ്മമാരെ, നിങ്ങളുടെ നേതാവച്ചിയായ ഒരു മഹദിയുടെ കഥയാണ് ആ രണ്ട് പർവ്വതത്തിന് പറയാനുള്ളത്. ഒരു വലിയ മഹദിയുടെ ചരിത്രമാണ് ആ പർവ്വതങ്ങൾക്ക് പറയാനുള്ളത്. ആരാണ് ആ മഹദി എന്നറിയല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ജീവിത പങ്കാളിയായ ഒരു വലിയ നബിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ലൈഫ് പാർട്ട്ണറാകാൻ അല്ലാഹു ഭൂമിയിൽ നിന്ന് തെരഞ്ഞെടുത്ത മഹദിയല്ലേ സയ്യിദത്തുനാ ബീവി ഹാജർ. ഹാജർ ബീവി, ആ മഹദിയുടെ കഥയല്ലേ ഈ രണ്ട് പർവ്വതത്തിന് പറയാനുള്ളത്. കുഞ്ഞുമോന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദാഹിച്ച് വലയുന്ന സമയത്ത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം സഹിക്കുന്നവരാരാണെന്ന് ചോദിച്ചാൽ പെണ്ണാണ്.